ഹലോ വെൽക്കം ബാക്ക് ടു എസ്ലേസ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പം അങ്ങനെ ഡേ വ്ളോഗായിട്ട് അങ്ങനെ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പം ഇന്നൊരു ഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് സൺഡേയും കൂടിയാണ്. അപ്പോൾ വലിയ പണികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അങ്ങനെ ഒരു 7 മണിയാകുമ്പോൾ എണീക്കുക എന്ന് പറയുന്നത് പൊതുവേ ഒരു 7-7:30 ആ ഒരു സമയത്തിൻ്റെ ഉള്ളിലായിട്ട് ആൾ എണീക്കും കേട്ടോ. 7 മണിയാകുമ്പോൾ ഞാനങ്ങനെ വിളിക്കും എസ്സേന, എന്നിട്ടാണ് ആൾ എണീക്കുക. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വിളിക്കുന്നില്ല, കുറച്ച് സമയം എടുത്തിട്ടാണ് എസ്സക്കുട്ടീനെ എണീപ്പിക്കുക കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു 8:30-9 മണി. കാരണം നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ പാല് കുടിക്കുമല്ലോ. പാലിപ്പം നമ്മൾ ഈ ഒരു ഏജിൽ പാല് നല്ലോണം വലിച്ചു കുടിക്കും. അപ്പം വയറ് കുറച്ചൊന്ന് ഫില്ലായിട്ടാണ് ഉണ്ടാവുക. പാല് നല്ലോണം കുടിക്കുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം. കൂടുതലും 8:30-9 മണി ആ ഒരു സമയത്താണ് കൊടുക്കുക. അല്ലാതെ നമ്മൾ വയറൊന്ന് ഫില്ലായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ കൂടുതൽ കഴിക്കില്ലല്ലോ. അപ്പം ഞാൻ ഒരു പാലൊക്കെ കൊടുത്ത് ഒരു അരമണിക്കൂർ മാക്സിമം കഴിഞ്ഞാൽ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കും. അങ്ങനെ കാശ് ഇങ്ങനെ എസ്സക്കുട്ടീനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാശ് കഴിക്കുന്നത് കാണുമ്പം എസ്സ കഴിക്കുന്നുണ്ട്. പിന്നെ രാവിലെ എണീറ്റ പാടെ ഒരു ലൈറ്റായിട്ട് എണീറ്റ് കുറച്ച് കഴിഞ്ഞാൽ ലൈറ്റായിട്ട് വെള്ളം കൊടുക്കും. അങ്ങനെ അല്ലാതെ വേറൊന്നും അങ്ങനെ കൊടുക്കില്ല കേട്ടോ. പിന്നെ എസ്സക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പുറത്തോട്ടേക്ക് പോയിട്ട് ഇങ്ങനെ കളിക്കണം. അകത്തൊക്കെ ഇങ്ങനെ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ആൾക്ക് പുറത്തോട്ടേക്ക് പോകാനുള്ളൊരു ത്വരയാണ്. ഇങ്ങനെ പാറി പറന്ന് നടക്കാമെന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. ഇങ്ങനെ പുറത്തോട്ടേക്ക് എവിടെ പോയാലും ഒരു കുഴപ്പമില്ല. താഴെ വീട്ടിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകുന്നതൊക്കെ. പിന്നെ പിച്ച നടക്കാനായിട്ട് കുറച്ച് ലേറ്റാണ്, 1 വയസ്സ് കഴിഞ്ഞെങ്കിലും പിച്ച നടക്കാനായിട്ട് അങ്ങനെ സ്വയം നടക്കാനായിട്ട് തുടങ്ങിയിട്ടില്ലേ. ഇങ്ങനെ പിടിച്ച് നടക്കാന്നല്ല, സ്വയം നടക്കാനായിട്ട് അങ്ങനെ തുടങ്ങിയിട്ടില്ല. പിന്നെ താഴ്ത്തുന്ന പിള്ളേർ വിളിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നോക്കുന്നത്. അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയി ശീലമുള്ളത് കൊണ്ട് അങ്ങോട്ടേക്കൊക്കെ ഇങ്ങനെ നോക്കും. അവിടുന്ന് ഇങ്ങനെ റിതിയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും കേട്ടോ. താഴെ റിതിയ എന്ന് പറഞ്ഞൊരു കുട്ടീണ്ട്, അപ്പോൾ അവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എസ്സേൻ്റെ ഫ്രണ്ട്സ് ഇതാ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എസ്സേൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ലീവുള്ള ദിവസങ്ങളിലൊക്കെ അധികവും വീട്ടിലിങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല രസമാണ്, സൗണ്ടും കളിയും ചിരിയൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. പിള്ളേരൊക്കെ ഉള്ള ദിവസങ്ങളിൽ നല്ല രസമാണ്. ഇങ്ങനെ എല്ലാവരും കുളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് മടപ്പരയുണ്ട് മുത്തപ്പൻ്റെ, അവിടെ ഇന്ന് പുത്തരി വെള്ളാട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാനാണ് എല്ലാവരും രാവിലെ കുളിച്ച് സെറ്റായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ എസ്സയെ മാത്രമേ കുളിക്കാനുള്ളൂ. എസ്സക്ക് വന്നിട്ട് ഞാൻ വിചാരിച്ചു ഒരു 11 മണിക്ക് അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി ഉച്ചക്കാണ് ഞാൻ പോവുക. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് പിന്നെ വൈകുന്നേരമാണല്ലോ വെള്ളാട്ട്, അപ്പോൾ ആ ഒരു സമയത്ത് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇപ്പോൾ വന്നിട്ട് ഇത് എസ്സ 11 മണീൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാൽക്കഞ്ഞാണ് കേട്ടോ കൊടുക്കുന്നത്. പാൽക്കഞ്ഞി എസ്സക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞിയിൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പിന്നെ ചില ദിവസങ്ങളിൽ ക്യാരറ്റ് ഇടും. ഇന്ന് ക്യാരറ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കുഴപ്പമില്ലാണ്ട് കഴിച്ചോളും. പിന്നെ 11 മണിക്ക് നോർമലി ഞാൻ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുന്നത്. പക്ഷേ ഇന്ന് വന്നിട്ട് ഇപ്പം കഞ്ഞി അങ്ങനെ കൊടുക്കില്ല. പക്ഷേ ഇന്ന് വന്നിട്ട് എന്താ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇനിയിപ്പോൾ ഫുഡ് എത്ര മണിക്കാണ് കഴിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ ഉച്ചക്കത്തത്. അപ്പം ഇന്ന് വയറൊക്കെ ഒന്ന് ഫില്ലാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമാണ് ആൾക്ക്. പാൽക്കഞ്ഞി വന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, അതാണ് ആൾക്കിഷ്ടം. ഓരോരോ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഫുഡങ്ങ് കഴിച്ചോളും. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഫുഡ് കഴിക്കും കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ശീലക്കേടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയൊരു എന്താ പറയുക ഫുഡിനോട് അത്ര താല്പര്യം ഉണ്ടാവില്ല. അല്ലാണ്ട് ആവശ്യത്തിന് കുറച്ച് ആൾ കഴിക്കും. അങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഒന്തി കൊടുക്കുമൊന്നുമില്ലേ. കുറച്ചായിട്ടേ എല്ലാം നമ്മൾ ഫുഡ് എന്താ പറയുക അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇത്ര അളവ് വെച്ചിട്ട് അങ്ങനെയില്ല. ആൾക്ക് എത്രയാണോ വേണ്ടത് അത്ര കുഴപ്പമില്ലാണ്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയാണ് കേട്ടോ ഫുഡ് എടുക്കുക. അല്ലാതെ നമ്മളിങ്ങനെ ഇത്ര കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ന്യൂട്രീഷൻസ് ഒക്കെ ഉള്ള ഫുഡ് നമ്മൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മളെന്താ പറയുക അവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് അതൊക്കെ മതി. അങ്ങനെ എസ്സ ഇതാ കുളിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ക്രീമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എസ്സ വന്നിട്ട് യൂസ് ചെയ്യുന്നത് ഡെർമാഡ്യൂവിൻ്റെ ക്രീമാണ്. നമ്മൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ ക്രീം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നോർമലൊക്കെ ആണെങ്കിൽ ലോഷനാണ് നല്ലതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എസ്സക്ക് ഞാൻ ഡ്രൈ ആയതുകൊണ്ട് ക്രീമാണ് യൂസ് ചെയ്യുന്നത്.
എസ്സേനെ കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ആൾ നല്ല കളിയാണ്. പിന്നെ എസ്സേനെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുത്തു കേട്ടോ. ബർത്ത്ഡേക്ക് കിട്ടിയ ഡ്രസ്സൊക്കെ ഫുള്ള് വലിച്ചിട്ടു. പിന്നെ അതിൽ നിന്നാണെങ്കിൽ ഓരോരുത്തർ ഓരോ ഡ്രസ്സ് ഇങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിടാം. പിന്നെ ആൾക്ക് ഇങ്ങനെ ഏറ്റവും ചെറിയ ഡ്രസ്സിൽ എല്ലാവരും കൂടി ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് അങ്ങോട്ട്. ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. എസ്സേനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവസാനം ഈ ഒരു ഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്ത് ഇനി ഞാനും കൂടി കുളിച്ച് സെറ്റായി നമ്മൾ 12:30 ആ ഒരു സമയത്ത് മടപ്പരയിലേക്ക് പോകേണ്ടതാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഞാൻ എസ്സേനെ കൂട്ടിക്കൊണ്ട് വരുമല്ലോ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്, ആ ഒരു സമയത്ത് വാങ്ങിയതാണ്. എസ്സേയുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഒരു കളർ എടുത്തതാണ്. പക്ഷേങ്കിൽ എനിക്ക് ഈ ഡ്രസ്സിനോട് വലിയ ഇഷ്ടമില്ല. ഇങ്ങനത്തെ ഡ്രസ്സ്, ഈ ഒരു ഫുൾ കൈ ഡ്രസ്സ് വന്നിട്ട് ഞാനങ്ങനെ ഇടുന്നത് തീരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ആ സ്ലീവ് അത്രക്കാരം ഉള്ളതുകൊണ്ട് എനിക്ക് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഇടണല്ലോ വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യാറില്ല. അങ്ങനെ മടപ്പരയിൽ എത്തിയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇതാ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. എന്താ പറയുക, കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നേരെ മൂത്തച്ഛൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. കാരണം എസക്കും ജെയ്യൂനും അവിടെ നിന്ന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചേ. എസക്കുട്ടി ഇതാ വന്നപാടെ നല്ല കളിയാണ്. പിന്നെ എവിടെയെങ്കിലും പോയി പുതിയ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടാൽ കുട്ടികളാണല്ലോ, അവർക്ക് പ്രത്യേക ഒരു എന്താ പറയുക, കളിക്കാനൊക്കെ ഭയങ്കര എന്താ പറയുക എനർജി ആയിരിക്കും. അപ്പോൾ അങ്ങനെ സെയ്യുവിൻ്റെ ടോയ്സൊക്കെ കൊണ്ട് ഭയങ്കര കളിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറൊക്കെ കൊണ്ടുവന്നപ്പോൾ എസക്കുട്ടിക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച പോലെയല്ല, ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. എന്നാലും എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയില്ല, പൊതുവേ അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ആൾ നല്ല രീതിക്ക് തന്നെ ചോറും കഴിക്കുന്നുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല. പിന്നെ അമ്പലത്തിലെ ചോറ് നല്ലോണം കഴിക്കുന്നുണ്ട്. അങ്ങനെ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചോറ് കൊടുക്കുമ്പോൾ ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാക്ക, പൂച്ച അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ശീലിച്ചതുകൊണ്ട് തന്നെ ആൾക്ക് അങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പം അങ്ങനെ നല്ലോണം ചോറും കഴിക്കുന്നുണ്ട്. പൊതുവേ എന്താ പറയുക, ഉച്ചയ്ക്ക് ആ ഒരു 11:30 നല്ലോണം എന്തെങ്കിലും 11:30 എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ ആൾ കഴിക്കൽ ഒരുപാടൊന്നും അങ്ങനെ കഴിക്കില്ല. പക്ഷേ എന്നെ എന്താണെന്നറിയില്ല, നല്ലോണം ചോറൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ എസക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞ് നേരെ എസക്കുട്ടീനെ ഉറക്കാനായിട്ട് പോവാം കേട്ടോ. സമയം അപ്പോഴത്തേക്ക് എസ ചോറ് കഴിക്കുമ്പോഴത്തേക്കും 2:30 ആ ഒരു സമയമായിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തി ഒരു 3 മണി ആകുമ്പോഴത്തേക്കും എസേനെ ഉറക്കി 4:30 ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എഴുന്നേൽക്കണമല്ലോ. ഞാനും കൂടി കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 5 മണി ആകുമ്പോഴത്തേക്ക് എസ് എണീറ്റു കേട്ടോ. ഒരു 4:30 ആ ഒരു സമയത്ത് എണീറ്റ് സ്നാക്സൊക്കെ കഴിച്ചു, മേലൊക്കെ കഴുകി. ഇനി പാളെ ഒന്ന് റെഡിയാക്കാനായിട്ട് പോവാണ്. അപ്പുറം നമ്മുടെ എന്താ പറയുക ചെണ്ടമുട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ, മടപ്പരി എന്നുള്ളത് അതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിനി. അങ്ങനെ ഇത് എസക്കുട്ടീനെ റെഡിയാക്കാനായിട്ട് പോവാണ്. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. അതുകൊണ്ട് ഇനിയിപ്പം വേഗം ഡ്രസ്സൊക്കെ ഇട്ട് പോകേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. എസ്സയുടെ ഡ്രസ്സ് വന്നിട്ട് ഒരു ടീഷർട്ട് പ്ലസ് ഇത് ബർത്ത്ഡേ ഗിഫ്റ്റാണ്. പുറമേത്തത് പാൻറ്റ് മോഡലല്ല, നോർമൽ ഉടുപ്പ് മോഡലുള്ളതാണ് കേട്ടോ. അത് നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതാരെ തന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ആ ഒരു ഡ്രസ്സ് വന്നിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അത് എസക്ക് വന്നിട്ട് ഇപ്പം ഈ ഒരു ടൈമിൽ കറക്റ്റായിട്ടുള്ള ഡ്രസ്സാണ്. അത് എസക്ക് ഇട്ടിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഡ്രസ്സ്. എസ വന്നിട്ട് ഇതാ ചെറിയ കരച്ചിലൊക്കെ ഉള്ളതുകൊണ്ട് ആളെ ഒന്ന് സമാധാനിപ്പിച്ച് എന്നിട്ട് ഡ്രസ്സൊക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ആരാ തന്നതെന്ന് എനിക്കറിയില്ലേ. പിന്നെ ചില ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ചിലവരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഡ്രസ്സ് നമ്മൾ തന്നതാണ്, ഇഷ്ടമായിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡ്രസ്സ് ആരാ തന്നതെന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. നമുക്കറിയില്ലല്ലോ, ചിലപ്പം നമ്മൾ അടുത്തറിയുന്ന ആരെങ്കിലും ആണെങ്കിലും. പിന്നെ പിള്ളേരാണെങ്കിൽ നല്ല വൈബായിട്ട് ഇതാ കുഞ്ഞൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ സോങ്ങൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എസ് ആണെങ്കിൽ ചില സമയത്ത് ആളിങ്ങനെയാണ്, പിന്നെ ഇങ്ങനെ ഞാൻ എടുക്കണം, അല്ലെങ്കിൽ ആൾക്ക് ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഫുൾ ടൈമൊന്നുമില്ല, എല്ലാവരോടും പോവുകയൊക്കെ ചെയ്യും. എന്നാലും ചില സമയത്ത് ആൾക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു ശീലക്കേടാണ്. അങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ വന്നിട്ട് മുടി കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. മെയിനായിട്ടുള്ളത് ആൾക്ക് മുടി കിട്ടുന്നത് എന്താണെന്നറിയില്ല, ഇങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെ ഇത് കിട്ടിയത് കൊണ്ടായിരിക്കും ഒന്ന് അടങ്ങിയിരുന്നു പോയത്. നോർമലി മുടി ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആളപ്പം തന്നെ അത് അഴിച്ചു കളി കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫ്രണ്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതുകൊണ്ട് കെട്ടാനായിട്ട് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ അത് വളർന്ന് വന്നിട്ട് വേണം കെട്ടാനായിട്ട്. ഞാനിതിങ്ങനെ നല്ല രീതിക്ക് ഇങ്ങനെ വളർന്ന കൊണ്ട് തന്നെ കുറച്ചിങ്ങനെ ലൈൻ ചെയ്ത് ബർത്ത്ഡേൻ്റെ സമയത്തൊന്ന് മുറിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു മുറിക്കേണ്ട എന്നുള്ളത്, കാരണം എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യാമായിരുന്നു എന്ന് വിചാരിച്ചു.
കൂടാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക, നല്ല നല്ല ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കുക. പൊതുവേ എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. ഈ പെൺകുട്ടികളെയൊക്കെ കണ്ടാൽ ഞാനിങ്ങനെ ഓരോരോ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഗേൾ ബേബി വേണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എസ് ജനിച്ച സമയത്ത് നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഒരു സമയം എത്തുമ്പോഴത്തേക്കും മുടിയൊക്കെ കൊഴിഞ്ഞു പോയി. പിന്നെ വന്ന മുടി ഇങ്ങനെ വളർന്നു വരാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ വളർന്നു വന്നപ്പോഴത്തേക്കും എസക്കുട്ടി തലയിൽ തൊടാൻ പോലും സമ്മതിക്കില്ല കേട്ടോ. ഒന്നും സമ്മതിക്കില്ല. ആൾക്ക് തലയിൽ ഇങ്ങനെ എന്താ പറയുക, അധികം തൊട്ട് കളിക്കുന്നത് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. അപ്പം എന്തെങ്കിലും ക്ലിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയും. അങ്ങനെയാണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കണമെന്നില്ല. അപ്പം ഇപ്പം എനിക്ക് ഇഷ്ടം തോന്നുന്ന സമയത്ത് ഞാൻ ആൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഒരു കുട്ടി കുട്ടി ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യും. പക്ഷെ അത് നിമിഷം നേരം കൊണ്ട് ആൾ അതൊക്കെ എടുത്ത് കളയാം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചുകൂടി വലുതായാലും സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇതുവരെയും ആൾക്ക് എന്താ പറയുക, അങ്ങനത്തതൊന്നും ഇഷ്ടമല്ല. ശരിക്കും നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഇങ്ങനത്തെ കുട്ടികളായിരിക്കും തോന്നുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ വെള്ളാട്ടിന് പോകുന്നതാണ്. 5 രൂപ പൈസ എടുക്കാൻ പോയിട്ടുണ്ട്, മേലെ പോയിട്ടുണ്ട്. റദീദ പോകുന്ന വഴിക്കാണെങ്കിൽ എസക്കുട്ടി പൂവ് പോകുമെന്ന് പറഞ്ഞിട്ടൊരു പൂവൊക്കെ പറിച്ചു കൊടുത്തു കേട്ടോ. ഇതിങ്ങനെ പറിച്ച് തീർക്കാൻ പാടില്ല, കാരണം എസക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് പൂവൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ, പറിച്ചു കൊടുത്തിട്ടാണ് ചില സമയത്ത് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് കയ്യിൽ കൊടുക്കുമ്പോഴും വായിലിടുന്നത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കയ്യിലോട്ട് എന്ത് കിട്ടിയാലും അത് വായിലേക്കാണ് ഉണ്ടാവുക. അങ്ങനെ ഞങ്ങളിതാ മൂത്തച്ഛൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യാം. ഞങ്ങളവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുത്തപ്പന് ഒന്ന് ഇരിക്കുമല്ലോ, അങ്ങനെ ഇരിക്കുന്ന സമയമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെന്ത് വിചാരിച്ചു, ഫസ്റ്റ് ലൈനിൽ തന്നെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വരേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ ഫസ്റ്റ് ലൈനിൽ നിൽക്കാം. എസ് ആണെങ്കിൽ പൈസ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിലാണ്. മുത്തപ്പനെ കണ്ടിട്ടുള്ള കരച്ചിലല്ല കേട്ടോ. ഈ ഒരു പൈസ കൊടുക്കാനായിട്ട് ആൾക്കൊട്ടും മനസ്സില്ല. കയ്യിലുള്ള പൈസ ആൾക്ക് എന്ത് കിട്ടിയാലും കയ്യിലിങ്ങനെ നമുക്കായാലും ഇങ്ങനെ തരില്ല, ഇങ്ങനെ നീട്ടിയിട്ട് പിന്നെയും ബാക്കോട്ടേക്ക് വലിക്കോട്ടോ. അതുപോലെ മുത്തപ്പന് പൈസ കൊടുക്കാൻ നേരത്തെ ആൾ ഫുള്ള് കരച്ചിലായിരുന്നു. അങ്ങനെ എങ്ങനെയോ ഞാൻ കഷ്ടപ്പെട്ട് പൈസ വാങ്ങിക്കൊടുത്തു. പിന്നെ മുത്തപ്പനാണെങ്കിൽ ആ ഒരു സമയത്ത് ഒന്നും പറയാനൊന്നും അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല, കാരണം എസക്കുട്ടിയാണെങ്കിൽ ഫുള്ള് കരച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്തു. നേരെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഫുഡ് കഴിച്ച് നേരെ എസ്സേനെയും ജെയിനെയും കൂട്ടി മുത്തച്ഛൻ്റെ വീട്ടിലോട്ടേക്ക് വന്ന് കളിക്കുകയാണ് കേട്ടോ. അവിടെ നിന്നാണെങ്കിൽ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്ത് എസക്കും ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ അവിടെ നിന്നാണ് എസക്ക് ഫുഡ് കൊടുത്തത്. നമ്മുടെ മടപ്പര വന്നിട്ട് ഇതാ ആ കാണുന്നതാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇങ്ങ് പോകുന്നത്, മഞ്ഞും പിന്നെ ആ ഒരു തണുപ്പൊക്കെ ഉള്ള സമയമാണ്, പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.